കേരളത്തിൽ ഇപ്പോൾ ആരെയും കൊല്ലാമെന്നായി കൊന്ന് കുഴിച്ചും വിടുക, എന്നിട്ട് അതിൻ്റെ മേലെ സ്ലാബ് ഇടുക, എന്നിട്ട് അവിടെ സമാധി സ്ഥാനം എഴുതി വെക്കുക, തീർത്ഥസ്ഥാനം എഴുതി വെക്കുക. കാര്യം കഴിഞ്ഞ് പിന്നെ തൊട്ടാൻ പറ്റില്ല. എന്താ പിണറായി സഖാവി നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങൾ പിണറായിയാണ് ഇപ്പോൾ പിണമായി ആ അവസ്ഥയിലെത്തിയോ നിങ്ങൾ? വാസ്തവത്തിൽ ബോച്ചയെ പിടിക്കാൻ വേണ്ടി നിങ്ങൾ വലിയ വലിയ സന്നാഹങ്ങൾ മണിക്കൂറുകൾക്കകത്ത്. പക്ഷേ ഈ നെയ്യാറ്റിങ്ങര ഗോവൻ ജാമ്യാർ അയാളെ കൊന്നു കുഴിച്ചു മൂടിയിട്ട് ആ കല്ലറ പൊളിക്കാൻ അതിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ മുട്ടുകാല് കിടന്നതിനെ കൂട്ടിയിടിക്കുകയാണല്ലോ. നിങ്ങളുടെ നട്ടെല്ലിൻ്റെ സ്ഥാനത്ത് ഇപ്പം എന്താ ഇരിക്കുന്നത്? വാഴപ്പിണ്ടിയാണോ സഖാവേ? വാഴപ്പിണ്ടിയാണോ സഖാവേ? ഈ പിണറായിയോടുള്ള എനിക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു, സത്യമാണത്. അത് പാർട്ടി ഞാനിപ്പോൾ മാനിഫെസ്റ്റോ പഠിക്കാൻ പോയിട്ടോ അല്ലെങ്കിൽ ദാസ് ക്യാപിറ്റൽ പഠിക്കാൻ പോയിട്ടൊന്നുമല്ല, വൈദ്യാധിഷ്ഠിത ഇതൊന്നും പഠിക്കാൻ പോയിട്ടല്ല. അതിനൊരു ധീരനാണെന്നൊരു തോന്നലുണ്ടായിരുന്നു. മാത്രമല്ല പാർട്ടി അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിൽക്കുന്നൊരു പാർട്ടി, അങ്ങനൊരു ഉദാഹരണം എനിക്കുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല RSSനെ ഒപ്പോസ് ചെയ്യുന്ന ആൻറ്റി RSS ആയി നിൽക്കുന്ന ഏറ്റവും നല്ല പാർട്ടി. ഇതെല്ലാം എന്തായാലും പറയുക ഇടിഞ്ഞ് പൊളിഞ്ഞ് തകർന്ന്. എന്താ പിണറായി നിങ്ങൾക്ക് പറ്റിയത്? വാസ്തവത്തിൽ ഇങ്ങനൊരു ട്രാൻസ്ഫോർമേഷൻ ഒരാൾക്ക് പറ്റുമോ? നിങ്ങളിപ്പോൾ സത്യം പറഞ്ഞാൽ പിണമായി എന്ന അവസ്ഥയിലെത്തിയില്ലേ? നിങ്ങളിനി എക്സ്റേ എടുത്ത് നോക്കണം നിങ്ങളുടെ നട്ടലിൻ്റെ ഭാഗത്ത് വല്ലതും ഉണ്ടോ എന്ന്, അല്ലെങ്കിൽ അത് വാഴപ്പിണ്ടിയാണോ എന്ന്. ആ അവസ്ഥയിൽ നിങ്ങൾ എത്തിയില്ലേ? ഇവിടെ അന്ധവിശ്വാസ ജഡിലം ഹിന്ദു ധർമ്മത്തെ മുഴുവൻ നശിപ്പിച്ച് നാണക്കല്ലെടുക്കുന്ന പരിപാടികളാണ് ചെയ്തത്. അവിടെ സമാധി എന്നുള്ള പേരിൽ, സമാധി പറഞ്ഞാൽ ചത്തു കഴിഞ്ഞിട്ട് കിട്ടുന്ന കാര്യമല്ല അത്. നിങ്ങൾ ഇനി അതിനുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട അത്രയും കാര്യങ്ങൾ. കൊന്നു കുഴിച്ചു മൂടി ഇപ്പോൾ തുറക്കാൻ സമ്മതിക്കില്ല, ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കും. അവിടെ കയറി ചെന്ന് ഡെപ്യൂട്ടി കളക്ടർ അത് എന്താ ഒരു ഉദ്യോഗസ്ഥൻ അയാൾ നാണം കെട്ട് മാനം കെട്ട് തിരിച്ചു പോകേണ്ട ഗതികേട് വന്നു. പോലീസുകാർ ചെന്നു, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴേയും എന്ന് നിങ്ങൾക്ക് വാസ്തവത്തിൽ എന്താ സംഭവിച്ചത്? ആ ബോച്ചയെ പിടിക്കാൻ വേണ്ടിയിട്ട് ആ പെണ്ണ് കുന്തി വന്നിട്ട് പറഞ്ഞു, എന്നെ അയാൾ ഉദ്യോഗിക്കുന്നു, ഞാൻ ഇപ്പം പിടിക്കാം, ഇപ്പം പിടിച്ചു. എന്നിട്ട് പിന്നെ കണ്ടില്ലേ മണിക്കൂറുകൾക്കകത്ത് നിങ്ങൾ കേരള പോലീസ് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ കേരള പോലീസ് ഏത് ചൊവ്വയിൽ പോയിട്ടും ആളെ പിടിച്ചു കൊണ്ടുവരും. അവരത്രയും ട്രെയിൻഡാണ്. അല്ലാണ്ട് 10 രൂപ മുറുക്കാൻ വാങ്ങിച്ചാൽ കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ തലകുത്തി നിൽക്കുന്ന ആൾക്കാരല്ല, ബീഹാറിൻ്റെ പോലെ അല്ലെങ്കിൽ ഒറീസയുടെ പോലെ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ കൂച്ചു വിലങ്ങിട്ട് വെച്ചിരിക്കുകയല്ലേ അവരെ. ബോച്ചയുടെ കാര്യത്തിൽ കാണിച്ച ധീരത ശൗര്യം എന്തുകൊണ്ടാണ് ഈ മറ്റെന്തായാലും പറയാൻ മറ്റേ കള്ളക്കച്ചവട സമാധി ഗോവൻ ജാമ്യാർ അതിനകത്ത് ഇപ്പോഴും ജീവനോട് കൂടിയിട്ട് അറിയില്ല. കല്ലറിയാൻ കുറച്ച് ശ്വാസം കിട്ടുമല്ലോ, ഓക്സിജൻ പെട്ടെന്ന് പോകില്ല. എപ്പോഴും ഉണ്ടോ എന്നറിയില്ല സാധനം. ഇനി അതിനകത്ത് ഈ ശവം ഉണ്ടോ എന്നറിയില്ല. അത് പൊളിച്ചു നോക്കേണ്ട കാര്യം വന്ന സമയത്ത് നിങ്ങളുടെ മുട്ടുകാല് കൂട്ടിയിരുന്ന് കാണുന്ന സമയത്ത് ഞങ്ങളിലേക്കും എന്താ എന്ന് പറയാൻ മറ്റേ തല താഴ്ന്നു പോവുകയാണ് സഖാവ്. ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല, ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് വിചാരിച്ചില്ല വാസ്തവത്തിൽ. ഏതായാലും ഇവിടെ ഇപ്പോൾ ഇപ്പം ഏറ്റവും രസം എന്ന് വെച്ചാൽ സ്ത്രീകൾ പോലും പറയാം, ഇനിയിപ്പോൾ ആരെയും കൊല്ലാലോ, കൊന്നിട്ടൊരു കുഴി എടുക്കുക, അതിനകത്ത് കൊണ്ട് പണ്ടാരടങ്ങുക, എന്നിട്ട് മേലെ ഒരു സ്ലാബ് ഇടുക, എന്നിട്ട് അതിൻ്റെ മേലെ എഴുതി വയ്ക്കുക സമാധി. അവിടെ തുടങ്ങാൻ പാടില്ല സമാധി. അത് വിശ്വാസം. അവിടെയും ഹിന്ദു ഐക്യവേദി വന്നു. ഇതൊന്നും ഹിന്ദുവിൻ്റെ പ്രശ്നമല്ല, ഹിന്ദുവിനെ നാറ്റിക്കുന്ന പ്രശ്നങ്ങൾ അതൊക്കെ. ഹിന്ദുവിനെ നാറ്റിക്കുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഹിന്ദുവിനെ ആൾക്കാർ നോക്കിയിട്ട് അയ്യേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ ഇത്ര കാലം. ഇയാൾ അടിയും തല്ലും വെട്ടും കുത്തും നടത്തി ജയിലിലൊക്കെ കയറി ഇറങ്ങിയിട്ടുള്ള ആളാണ്. ഇയാൾക്ക് അവിടുത്തെ സന്യാസം കിട്ടിയ ഇയാൾ അവിടുത്തെ സ്വാമിയാണ് ഇയാൾ. പക്ഷെ അത്തരം ആളുകളെയാണ് ഇവർക്ക് വേണ്ടു. ഞങ്ങളെപ്പോലുള്ള ആളുകൾ കൃത്യമായിട്ടും പാരമ്പര്യമുള്ള സാമ്പ്രദായികമായിട്ടുള്ള കാര്യങ്ങൾ കരഗതമായിട്ടുള്ള ആളെ ഇവർ വിളിക്കുന്നത് എന്താ? ആ പേര് ഞാൻ പിന്നെ പറയുന്നില്ല. അതൊക്കെയാണ് ഇവർ വിളിക്കുക, പച്ചത്തറി. പക്ഷെ ഇത്തരം ആളുകളാണ് എന്തായാലും പറയാം വിവേകാനന്ദൻ, രാമകൃഷ്ണ പരമഹംസർ, ചിന്മയാനന്ദൻ്റെ ആ ഒരു ലെവലിലേക്ക് അവർ കൊണ്ടുവരാൻ നിൽക്കുന്നുണ്ട്. ഹിന്ദു ഐക്യവേദി അവിടെ നിന്ന് കൂടുകൂട്ടിയിരിക്കുകയാണ് ഇപ്പോൾ, തൊട്ടാൽ പൊട്ടെന്നും പറഞ്ഞിട്ട്. അതിനൊപ്പം നിൽക്കാൻ വേണ്ടി അപ്പോൾ സ്ത്രീകൾ പറയണം. ഇപ്പം സ്ത്രീകൾ പോലും ഇതിൽ ഞാൻ ഇട്ട വീഡിയോൻ്റെ അതിൽ കമൻറ്റ് ഇട്ടിരിക്കുകയാണ്, ഈ അന്ധവിശ്വാസത്തിൻ്റെ ഒപ്പം നിൽക്കാൻ എങ്ങനെ കഴിയുന്നു? ഈ പ്രത്യേകിച്ചും ഈ നവോത്ഥാന ഗവൺമെൻറ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എങ്ങനെ കഴിയുന്നു ഇവർക്ക്? ഇനി മാത്രമല്ല, എന്തൊരു കാര്യം വന്നാലും നേരെ കോടതിയിൽ കോടതി പറയട്ടെ. അപ്പം നമ്മുടെ കാര്യം തീർന്നല്ലോ. ഞാനായിട്ടൊരു തീരുമാനമില്ല, കോടതി എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞല്ലോ.
ശബരിമലയിലെ പ്രശ്നം വന്ന സമയത്ത് ഡിവൈഎഫ്ഐക്കാർക്ക് എവിടെയായിരുന്നു? ഒരു 5000 പേര് 2 ഭാഗത്താണ് അണിനിരക്കുക. 10000 പേര് അയാളുടെ റോട്ടിലല്ല അണിനിരക്കേണ്ടത്. ആ നടുവിൽ കൂടെ നിങ്ങൾക്ക് ആർക്കാണ് അമ്പലത്തിൽ കയറേണ്ടത്? ഏത് യുവതിക്ക് അമ്പലത്തിൽ കയറും എന്ന് പറയാൻ ഞാൻ എന്തേ? അപ്പോഴും കോടതിയിലേക്ക് ഈ പ്രശ്നം വന്നപ്പോൾ ഈ കോടതിയിലേക്ക് അടിച്ച് പൊളിച്ച് വലിച്ചെറിഞ്ഞിട്ട് ഇവറ്റകൾ അവിടെ നാടകം കാണിക്കുന്ന ആൾക്കാരെയും പിടിച്ച് കെട്ടി അവിടെ മറ്റേ ലോക്കപ്പിൽ കൊണ്ടിട്ടിട്ട് അടിച്ച് പൊളിച്ച് നോക്കണ്ടേ കാര്യങ്ങൾ. ഞാനൊക്കെയും ഇത്രയും കാലം ഇടക്കാലത്ത് വെച്ചെനിക്ക് സംശയങ്ങൾ തുടങ്ങിയതാ. ഇതിപ്പോൾ എന്താ സംഭവം? ഒരാളിപ്പോൾ എന്നോട് പറഞ്ഞത്, അതേ പ്രായം കുറേ ആയില്ലേ, പ്രായം കുറേ ആയി കഴിഞ്ഞാൽ ഏത് നക്സലേറ്റിനാണെങ്കിലും ഏത് ഇടമറുകിനാണെങ്കിലും സംഭവിച്ചത് ഞാൻ ഇടമറുകൻ ഞാൻ യുക്തിവാദികൾ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഏത് ഇടമറുകിനാണെങ്കിലും മരണഭയം ഉണ്ടാവും. ചത്തു കഴിഞ്ഞാൽ സ്ഥിതി എന്താ? ചത്തു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ മുമ്പിലും പിന്നിലും പോലീസായിട്ട് സഞ്ചരിക്കാൻ പറ്റൂ? ചത്തു കഴിഞ്ഞാൽ അവിടുന്ന് ഇവിടുന്ന് മാസപ്പടി സ്വീകരിക്കാൻ പറ്റുമോ? ചത്തു കഴിഞ്ഞാൽ പിന്നെ വായ ഉണ്ടാവുമോ ഊണ് കഴിക്കാൻ? ഇങ്ങനെ കരുതുന്ന ആൾക്കാരുണ്ട്. ചത്തു കഴിഞ്ഞു എന്ന്, ഞാൻ ചത്തു എന്ന് നാട്ടുകാർ കരുതിയിട്ട് എന്നെ കൊണ്ട് തീര് വയ്ക്കുമ്പോൾ എനിക്ക് തീയിൻ്റെ ചൂട് അനുഭവപ്പെടുമോ എന്നൊക്കെ കരുതുന്ന ആൾക്കാരുണ്ട്. അപ്പം മരണഭയം, ഈ മരണഭയം വരുമ്പോഴാണ് നരകഭയം ഉണ്ടാകുക. ഈ നരകഭയം വരുമ്പോഴാണ് എന്തുണ്ടാകുക? ദൈവഭയം ഉണ്ടാകുക. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ കൃഷ്ണ ഗുരുവായൂരപ്പ. ഇപ്പോൾ ശബരിമലയിൽ ഒരുത്തനവിടെ കയറിയിരിക്കുന്ന ഒരു മന്ത്രി. അപ്പോൾ ഇവൾ പറഞ്ഞില്ലേ, വിദ്വാൻമാരാണ് മുഴുവൻ, പണ്ഡിതന്മാരാണ്, പുണ്യാത്മാക്കളാണ്, പള്ളിക്കാരും പട്ടക്കാരും ഒരുത്തുണ്ടല്ലോ, ഇല്ല പേരൊന്നും എനിക്കറിയില്ല, തലയിലൊരു എന്തോ ടാറ് കമത്തി വെച്ച പോലെ എന്തൊരു എന്താണ് പേര് എനിക്കറിയില്ല, അതോട്ടെ ഞാൻ പേര് നോക്കി നിൽക്കാം. അയാൾ അവിടുത്തെ അതിൻ്റെ ആ ശ്രീകളുടെ മുമ്പിൽ തന്നെ ചെയ്തു പോയ തെറ്റുകൾ പുറക്കണമെന്നാണ് ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അയാൾക്ക് വിശ്വാസം മാറി നിൽക്കായിരുന്നില്ല. അയാൾക്ക് അവിടെ നിന്ന് അതിൻ്റെ മുമ്പിൽ തന്നെ പോയി, അതിൻ്റെ മുമ്പ് ആൾക്കാർക്ക് പറയാൻ പറ്റും, ഒന്നാണ് മാറിക്കണമെന്ന് പറയാൻ പറ്റും. അതിൻ്റെ മുമ്പിൽ തന്നെ പോയിട്ട് കിട്ടിയ അവസരം കളയാതെ അല്ലാത്ത സമയത്ത് പോയി ആൾക്കാർ പറയില്ല, താന്തോടെ പറയാൻ ചോദിക്കില്ലേ? എനിക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഗൗരിയമ്മ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരി, EMSനേക്കാൾ വലിയ കമ്മ്യൂണിസ്റ്റുകാരി, AK ഗോപാലിനേക്കാൾ, കൃഷ്ണപിള്ളയേക്കാൾ വലിയ കമ്മ്യൂണിസ്റ്റുകാരി. ഇനി അതിലപ്പുറം വേണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ചവിട്ടി പുറത്താക്കി പിറ്റേ ദിവസം അവരെ എവിടെയാണ് കണ്ടെന്നറിയുമോ? തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയും കെട്ടിയൊരു പാട്ടുണ്ടല്ലോ, പാടി 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 നശിപ്പിച്ചൊരു പാട്ട്. ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് കലി വരും. അങ്ങനെ ഒരു തുളസിക്കതിർ നുള്ളിയിട്ട് ഗുരുവായൂരല്ലേ പിന്നെ കണ്ടത്? കരുണാകരനെ കാണാൻ. കരുണാകരൻ എന്ന് പറഞ്ഞാൽ കരുണാകരനല്ല കേട്ടോ, കരുണാമയനായിട്ടുള്ള ഗുരുവായൂരപ്പൻ എന്ന കരുണാകരനെ കാണാൻ അവിടെ പോവുകയല്ലേ ചെയ്ത്. അപ്പം എല്ലാവരുടെയും ഉള്ളിൽ ഇതൊക്കെയല്ലേ കുടികുത്തി വാഴുന്നത്? വിശ്വസിക്കാൻ പറ്റില്ല. ആരെങ്ങനെയാണെങ്കിൽ പോലും ഈ പിണറായി വിജയനെ പോലുള്ള ആൾ ഇങ്ങനെ മാറുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. കേരളം ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു ആസാദ് എന്ന് പറഞ്ഞ ഡോക്ടർ ആസാദ് പറഞ്ഞ ചിന്തകൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അദ്ദേഹം ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ എൻ്റെ ഭാഷയിൽ ഞാൻ പറയുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. എൻ്റെ ആറ്റിറ്റ്യൂഡ് അത് തന്നെ, പക്ഷേ ഇതിന് ആധാരമാക്കിയിട്ട് പറയുന്നത് മാത്രം. കേരളം ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും കൂടാരമായി തീർന്നിരിക്കുകയാണ് കേരളത്തിലെ ഭരണം, കമ്മ്യൂണിസ്റ്റ് ഭരണം. ഇനി പിണറായി വിജയനെ ഒരു പക്ഷേ നമ്മൾ ഇങ്ങനെ കണ്ടാൽ അത്ഭുതപ്പെടണ്ട. കുറിയിട്ട്, കുടുംബ കെട്ടി, പൂണൂലിട്ട് ഓം നമഃ ശിവായ എന്നും ചൊല്ലി വരുന്ന മുഖ്യമന്ത്രിയെയും പരിവാരങ്ങളെയും ചിലപ്പോൾ നാളെ കണ്ടാൽ നിങ്ങളാരും ബോധം കെട്ട് വീഴരുത്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞു വെച്ചു മാത്രം. ഇപ്പോൾ ജനാധിപത്യ ഭരണമൊന്നും അല്ല ഇവിടെ. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ നാന്നും ഓന്നും ഥ എന്നും നം എന്ന് പറയുന്ന 4 അക്ഷരം മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. അതിന് അർത്ഥതലങ്ങളിലേക്ക് ആരും കയറി പോകുന്നില്ല, അതിന് കഴിയില്ല. കാരണം എന്താ? പേടിയാണ്. ആരെ പേടി? കൺട്രോൾ അയ്യപ്പനെ പേടി. അവിടെ നിന്ന് തുടങ്ങിയതാ. അന്ന് അവിടെ കയറി എന്തോ അത് അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെട്ട സമയത്ത് ഭരണം പോയപ്പോൾ അവിടെ തുടങ്ങി അയ്യപ്പനെ കൺട്രോൾ അയ്യപ്പനെയാണ് ആദ്യം പേടി തുടങ്ങിയത്. പിന്നെ ഗുരുവായൂരമ്പലത്തിൻ്റെ മുമ്പിൽ പോയിന്ന് ഭഗവാൻ ഇവിടെ ഇല്ലേ ഇരിക്കണേ അവിടെ നോക്കി തുടങ്ങി. അപ്പോഴേ ഇയാളുടെ മനസ്സിൽ തുടങ്ങി ഇത്തരം കാര്യങ്ങൾ. ചാവാൻ പോവാണ്, നരകത്തിന് പോകാതിരിക്കാൻ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ 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 തന്നെ കേസ്. ആചാരങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും അതിൻ്റെ ഒരു കൂടാരം തീർത്തപ്പോൾ അതിനകത്താണ് ഇരിക്കുന്നത്. ജനാധിപത്യം എന്ന് വാക്കിനൊന്നും ഇനി അർത്ഥങ്ങളൊന്നുമില്ല. അത് നിങ്ങൾക്ക് മിണ്ടാനുള്ള അവകാശമില്ല. ജനങ്ങളുടെ സമരപതാകകൾ
ഇതൊക്കെ വെറും ഈ പ്രകടനങ്ങൾ മാത്രമായി തീരുകയാണ്. സിനിമയിലേക്ക് മമ്മൂട്ടി മോഹൻലാലും കണ്ടിട്ടില്ലേ, വിപ്ലവകാരികളെ ഇത് വെച്ചിട്ട് അവർ വിപ്ലവകാരികളായിട്ടാണോ അഭിനയിക്കുകയാണ്. ഇപ്പം അതല്ലേ ഇപ്പം നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നെയ്യാറ്റിൻകരയിലെ കള്ളക്കച്ചവട സമാധി, അവിടെ ഇപ്പോൾ കോടതി പോലും നോക്കണം. കോടതി സിമ്പിളായിട്ടാണ് ചോദിച്ചപ്പോൾ മരിച്ചു. മരിച്ചു. എവിടെയാ സർട്ടിഫിക്കറ്റ്? സർട്ടിഫിക്കറ്റ് എന്ത് അല്ലേ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയിൽ പറഞ്ഞു എനിക്ക് ചോദിക്കണു. അത് ചോദിക്കുന്നു വിചാരിച്ചില്ല. മരണ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നു വിചാരിച്ചില്ല. മരണ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവാ. അതല്ലെങ്കിൽ അസ്വാഭാവിക മരണം. അതിന് ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല. പോലീസ് ഇടപെട്ട കാര്യം കഴിഞ്ഞു. ഇവർ ഭരണത്തിൻ്റെ അങ്ങേയറ്റം ഇതിരിക്കുന്ന അധികാരവും ബലവും അതൊന്നും പ്രയോഗിക്കുന്ന ആൾക്കാരല്ല. നിയമത്തെ കൈയാളുന്ന, നിയമത്തിൻ്റെ ഒരു തരത്തിൽ പ്രതിരൂപം, മൂർത്തരൂപം എന്ന് പറയുന്ന ആൾക്കാരാണ് ഈ ജഡ്ജികളും കോടതി. അവർ പോലും അന്തസ്സും ആഭിയാത്യത്തോടെ പറഞ്ഞു മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇല്ല, എന്നാൽ പോയി പൊളിച്ചേക്ക് എന്ന് കാര്യം പറഞ്ഞു. അവിടെ കാണാനില്ലാത്ത ഒരാളെ അന്വേഷിക്കുന്ന പോലീസ് ആ ആളെ ഒളിപ്പിച്ച ഇടം കണ്ടെത്തി. ഇയാളെ കാണാനില്ല എന്ന് വെച്ചിട്ടാണ് അവിടെ നാട്ടുകാർ മുഴുവൻ. കാരണം അന്നേ ദിവസം കാലത്ത് ഇയാൾ നടന്നു പോയിട്ട് പത്മാസനത്തിൽ ആനസ്തനസ്ഥനായി പണ്ടാരടങ്ങി എന്ന് പറയുന്ന ആ സമയത്ത് ഇയാൾക്ക് എണീറ്റ് ഇറക്കാൻ പറ്റാണ്ട് കട്ടിലും എടുക്കുകയായിരുന്നു. അന്ന് കാലത്ത് കണ്ടവരുണ്ട്. അവസാനം ഗതി കെട്ട സമയത്ത് അവിടെ കൊണ്ട് പൂഴ്ത്തി വെച്ച ആൾക്കാർ തന്നെ പറഞ്ഞു അവിടെയാണ് പൂഴ്ത്തി വെച്ചിട്ടുള്ളത്. പക്ഷെ അത് സമാധിയാണ്. അത് സമാധിയാണെന്ന് അറിയണ്ടേ? കഴുത്തിൽ ഞെക്കി കൊന്നതാണോ, ഇടിച്ചു കൊന്നതാണോ, ശ്വാസം മുട്ടിച്ച് കൊന്നതാണോ, അത് വിഷം കൊടുത്ത് കൊന്നതാണോ? ഇതൊക്കെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? പോസ്റ്റ്മോർട്ടം നടത്തണ്ടേ? അയാൾ പറഞ്ഞത് അതിനകത്ത് ആളുണ്ട്, അതിന് മേലെ നിന്നിങ്ങനെ ലേസർ രശ്മികൾ എന്തോ ഒരു പരിപാടി പറഞ്ഞു. ആരോ പറഞ്ഞു കൊടുത്തതാ, അത് വിട്ടാൽ മതി എന്ന്. ആളുണ്ടാകും. ഇവിടെ അറിയേണ്ടത് അയാൾ മരിച്ചതാണോ, സ്വാഭാവിക മരണമാണോ, അതോ ഞെക്കി കൊന്നതാണോ, തല്ലിക്കൊന്നതാണോ? ഇതാണ് ഇവിടെ അറിയേണ്ടത്. അല്ലെങ്കിൽ നാളെ അത് ആവർത്തിക്കും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇങ്ങനെയുള്ള തീർത്ഥ എന്തായാലും പറയുക സമാധി മണ്ഡപങ്ങൾ ഉയരും. ഒരുപാട് നിരപരാധികൾ ലോകമറിയാതെ കൊല്ലപ്പെടും. ആ ദുഷ്ടശക്തികളെ കണ്ടെത്താനും പറ്റില്ല. കാരണം എന്താണ്? ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങളൊന്നാൽ തലം കിടന്നിരിക്കും. നമ്മളായിട്ടൊന്നും ഇരിക്കില്ലേ ഇല്ല. ആ കോടതിക്ക് വിട്ടോ. അപ്പം എന്തിനാണ് ഇങ്ങനൊരു ആഭ്യന്തര വകുപ്പ്, എന്തിനാണ് ഇങ്ങനൊരു സർക്കാർ ചോദിക്കുന്ന സമയത്ത് പറയുക സ്വാമി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാറി? ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലോ. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, ഞാൻ കോൺഗ്രസ് പാർട്ടിയല്ല, ഒരു പാർട്ടിയല്ല. പക്ഷേ താരതമ്യം ഏതാണെന്നല്ല, അതിൻ്റെ ഒപ്പം നിൽക്കാനല്ലേ പറ്റുള്ളൂ. അല്ലെ അവർ ചെയ്യുന്ന കുറേ നല്ലതുകൾ വിളിച്ചു പറഞ്ഞപ്പോൾ മറ്റൊന്നും ശരിയല്ല എന്നല്ല എൻ്റെ അർത്ഥം. ഇപ്പം ഈ കാണിക്കുന്നത് അതിനെ അനലൈസ് ചെയ്തപ്പോൾ വൃത്തികേടാണ്, ചളിഞ്ഞ പരിപാടിയാണ് കാണിക്കുന്നത്. അത് പറയുന്നത് മാത്രമേ ഉള്ളൂ, അത്രമാത്രമേ ചെയ്തിട്ടുള്ളൂ. ജനാധിപത്യ സംവിധാനത്തിൽ പോലീസിന് മതമുണ്ടോ, ജാതിയുണ്ടോ, വർഗമുണ്ടോ, വർണ്ണമുണ്ടോ, നിറമുണ്ടോ? ആ ഒരു ഭാവം പോലീസിന് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. പോലീസ് പോലും അവിടെ ചെന്ന് അനധികൃതമായിട്ട് അവിടെ റോഡിനകത്ത് ഒരാൾ ഒരു ബിമ്മക്കുറ്റിയും കൊണ്ട് ശിവനാന്ന് പറഞ്ഞ അവിടെ നിൽക്കുന്നുണ്ട്, ബസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോയി പൊളിച്ചു കളയാൻ പറഞ്ഞാൽ ഞാൻ പോണില്ല, അയാളെ പറഞ്ഞു വിട്ടോളൂ. ആരെ? അല്ല ഞാൻ ഹിന്ദുവാണേ. അതിന് അല്ല ശിവൻ്റെ ഒരു കല്ല് കൊണ്ട് വെച്ചിരിക്കുകയാണ് ഒരു ഭ്രാന്തൻ. അപ്പം അതിന് വേണ്ടിയിട്ട് ആ കല്ല് പൊളിക്കാൻ വേണ്ടിയിട്ട് അബൂബക്കറേ, ജോസഫേ, നിങ്ങൾ മറ്റേ മതക്കാർ. ഈ രീതിയിൽ ജനാധിപത്യ സംവിധാനത്തിലെ പോലീസ് പോലും അവർ പോലും കാക്കിക്ക് പകരം കാവ്യായി, ഉള്ളിലൊരു കാവി എന്ന രീതിയിലായി മാറിയിട്ടുണ്ട്. കാര്യങ്ങൾ അങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട്. ഏതായാലും ഇത്തരം കാര്യങ്ങൾ എന്താ, അയാളുടെ ഒരു മകനുണ്ടല്ലോ, അയാൾ പറഞ്ഞ എന്തോ ഒരു പ്രത്യേക സംവിധാനം വെച്ച് നോക്കിയാൽ മതി, കല്ലറയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുന്നു. അതിനേക്കാൾ നല്ലൊരു കാര്യമുണ്ട്. ഏതെങ്കിലും മറ്റേ ഇതുണ്ടല്ലോ, കബഡി അതുണ്ടല്ലോ, കബഡിയല്ല, കബഡി. ആ കബഡി ഇങ്ങനെ വെച്ച് ഇന്നസെന്റ് പറഞ്ഞാൽ ചൊവ്വയുടെ അകത്ത് ബുധൻ കയറി, ബുധൻ്റെ അകത്ത് ചൊവ്വ കയറി എന്നൊക്കെ പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ. അതൊക്കെ നിരത്തിയിട്ട് ഒരു ദേവപ്രശ്നം നടത്ത്. ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇത്തരം എന്തായാലും പറയുക, ദൈവത്തിൻ്റെ പേരും പറഞ്ഞ്, ഒരു ആചാരത്തിൻ്റെ പേരും പറഞ്ഞ്, ഒരു വിശ്വാസത്തിൻ്റെ പേരും പറഞ്ഞ് ഗവൺമെൻറ്റിനിട്ട് വിറപ്പിക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ വിപ്ലവം പോയി,
എല്ലാ ഇടിഞ്ഞ പരിപാടികളും പോയി. അതൊക്കെ എല്ലാം കടലാസിൽ മാത്രമായി മാറി. എല്ലാം ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുകയാണ്. അപ്പം പിന്നെ എന്തിനാ കോടതി? അതുകൊണ്ട് ദേവപ്രശ്നം വെച്ച് നോക്ക്. പിണറായി ദേവപ്രശ്നം വെച്ച് നോക്ക്. അതിനിപ്പോൾ വലിയ ചിലവുകളൊന്നുമില്ലല്ലോ. എന്നിട്ട് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞ പോലെ അയാൾ പറഞ്ഞോളും ചെയ്തോളും. അതിന് മറ്റെന്തായാലും പറയാം, ഇതങ്ങോട്ട് ഇരുന്നോട്ടെ എന്ന് പറയുമ്പോൾ അവർ പറയും ലക്ഷ്മി ഏത് സമയത്ത് വന്നാലും നടക്കാൻ പാടില്ല എന്നതിൽ ഒക്കെ സിനിമ ഡയലോഗാണ്. എന്ന് പറഞ്ഞാൽ ഒരു 10 രൂപ കയ്യിൽ കൂടുതൽ വെച്ച് കൊടുത്താൽ അയാൾ പറയും ഞാൻ എന്താ പറയണ്ടേ, അതുപോലെ അങ്ങോട്ട് പറഞ്ഞോളും, കാര്യം കഴിഞ്ഞില്ലേ. ഇപ്പം ശരിക്കും ഭൂതപ്രേതങ്ങൾ, യക്ഷികൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ആചാര സംവിധാനങ്ങൾ, അതിൻ്റെ സംരക്ഷണ സേനയാണ് ഇപ്പോൾ കേരള ഗവൺമെൻറ്റും അതിൻ്റെ എന്തായാലും പറയുക പോലീസ് സംവിധാനവും ആഭ്യന്തര ഉള്ള സംവിധാനങ്ങളും കാര്യങ്ങളും. ഇവിടെ ഞാനൊരിക്കൽ പണ്ട് ഗീത നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ പോയി, ഇടുക്കിയിൽ ശാന്തമ്പാറ പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ ഇദ്ദേഹം അവിടെയുണ്ട്, നമ്മളുടെ മണിയാശാൻ അവിടെയുണ്ട്. അപ്പോൾ അവിടുന്ന് പാർട്ടി ഓഫീസിന് കുറച്ച്, അപ്പോൾ അതിൽ ആൾക്കാരുണ്ട്, ഒരു തങ്കപ്പൻ നായർ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, അവർക്കും പാർട്ടിയുടെ ആൾക്കാർ തന്നെയാണ്. പക്ഷേ ഇങ്ങനൊരു കാര്യം വന്നപ്പോൾ അവർ സഹകരിച്ചു. അപ്പോൾ അവർക്ക് പാർട്ടി ഓഫീസിൽ നിന്ന് കസേര എടുക്കുക. അപ്പം മണിയാശാനുണ്ട്, ആ സ്വാമി അത് എടുത്തോളോ, ആളുകൾക്ക് ഇതിന് ബുദ്ധി വെച്ചോട്ടെ, എടുത്തോളോ സ്വാമി. അപ്പോൾ പറഞ്ഞു സ്വാമി നമ്മുടെ അത് കണ്ടറിയില്ലേ സ്വാമിയുടെ ഇപ്പോൾ ഈ കളറുണ്ടല്ലോ കുറച്ച്, അന്ന് ഞാൻ കാവി കളറാണ്, ലൈറ്റ് കാവിയാണ്, ഇതൊക്കെ മാറും, സ്വാമിയുടെ കാവി ചോപ്പാവും എന്ന് പറഞ്ഞു. ഞാൻ ഉള്ളിൽ പറഞ്ഞു കാവി ചോപ്പാവില്ല സാധാരണഗതിയിൽ, പക്ഷേ ചോപ്പ് നരയ്ക്കുമ്പോൾ കാവിയാവും ചിലപ്പോൾ എന്ന് അന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞതാണ്. ഇപ്പം അതുപോലെ സംഭവിച്ചു വാസ്തവത്തിൽ. ചുവന്ന കൊടി കുറേ ഇങ്ങനെ അവിടെ നാട്ടി മഴയും വെയിൽ കൊള്ളുമ്പോൾ അത് കാവിയാകും. അതാ സംഭവിച്ചിട്ടുള്ളത്. സംസ്ഥാനം സംഘപരിവാര ഗണത്തിലെ ഏതോ ഗോത്രത്തിൻ്റെ അധീനതയിൽ ഒരു സംഘപരിവാര റിപ്പബ്ലിക്കായിട്ട് മാറിക്കഴിഞ്ഞു. അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മുടെ കേരളം, വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളുടെ കേരളം, അന്ധവിശ്വാസ ജടിലമാർന്ന കാര്യങ്ങളുടെ പുറകിൽ പോകാത്തവരുടെ കേരളം, നരപരിവരെ നടത്തിയിരുന്നത് ഇപ്പോഴും നടന്നല്ലോ, എനിക്ക് നിശ്ചിതമായിട്ട് എതിർക്കുന്ന സാധാരണക്കാർ പോലും അങ്ങനെയുള്ളവരുടെ കേരളം, ഇതൊക്കെ നമ്മുടെ വിശ്വാസം മാത്രമായിരുന്നു. ഏതായാലും ആ വിശ്വാസമാണെങ്കിൽ അത് തകർന്നു പോയി കഴിഞ്ഞു. അതിൻ്റെ പേരിലുള്ള അഭിമാനവും തകർന്നു പോയി കഴിഞ്ഞു. ഇതൊക്കെയും തകരുന്ന സമയത്ത് എവിടെ അത് തകരുന്നുവോ അത് നോക്കി നിൽക്കാൻ ബാധ്യതപ്പെട്ട ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ. അങ്ങനെയാണ് നമ്മളൊക്കെ കണ്ടത്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം കണ്ടല്ലോ, സമാധി ഇരുത്തിയെന്ന്. മരണവും സമാധിയും തമ്മിൽ എന്താ ബന്ധം? അവർ പറഞ്ഞത് കേൾക്കുക തന്നെ, വേറെ മാർഗമില്ല. അത്തരം വിഡ്ഢിത്തരമാർന്ന അന്ധവിശ്വാസങ്ങൾ, ചളിഞ്ഞു വളിഞ്ഞ അന്ധവിശ്വാസങ്ങൾ, വേറൊന്നും അന്ധവിശ്വാസമല്ല, അത്തരം അന്ധവിശ്വാസങ്ങളൊന്ന് തടയാൻ, അവരൊന്ന് തളയ്ക്കാൻ ശേഷിയില്ലാതെ നമ്മളെ സർക്കാർ, പിണറായി സർക്കാർ ഒരു കോമാളി സർക്കാരായിട്ട് മാറിയെന്ന് പറയുന്ന സമയത്ത് ദയവ് ചെയ്ത് തെറി പറഞ്ഞോ ദയവ് തെറി പറയാനൊന്നും കാര്യമൊന്നുമില്ല. ഇപ്പം തെറി വരും ചിലപ്പോൾ. ഏതായാലും ഇപ്പോഴും അവർ ഇടയ്ക്കിടയ്ക്ക് പറയും നവോത്ഥാനം, അതൊക്കെ ഇങ്ങനെ അടിച്ചു വിടും. കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് സംസ്കാരത്തെക്കുറിച്ച്, ആ പഴയ കാലത്തെ അന്ധവിശ്വാസങ്ങളെ മുഴുവൻ മാറ്റി, ജാതി ഗോത്ര വർണ്ണ വ്യത്യാസങ്ങളെ മുഴുവൻ മാറ്റിയവരാണ് ഞങ്ങൾ എന്നൊക്കെയും പറഞ്ഞ് കുറേ അടിച്ചു വിടും. തള്ളു എന്ന് പറയുന്നത് തള്ളു. പക്ഷേ ഇപ്പോഴും നിങ്ങൾ ഫാസിസ്റ്റ് വിരുദ്ധ ശൈലിയിലാണ്. ഇപ്പം നിങ്ങൾ ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയിലാണെന്ന് പറച്ചൽ മാത്രമാണ്. അതിങ്ങനെ കൂട്ടത്തിൽ പറയും എന്താണ് ഫാസിസം, എന്താ ഫാസിസം എന്ന് പറഞ്ഞാൽ ആരായി ഫാസിസ്റ്റ്, അതൊന്നും അറിയില്ല. ഇതിങ്ങനെ പറയുന്നു സാമ്രാജ്യത്വം, ഫാസിസം, 2-3 എല്ലും കഷം കൊണ്ടിട്ടുണ്ട്. പ്രസംഗിക്കുമ്പോൾ ഇത് കൂട്ടത്തിലാണ് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ സത്യത്തിലെ ജനാധിപത്യ മതേതര മൂല്യങ്ങളുടെ സംരക്ഷകരല്ല, അതിനെ നശിപ്പിക്കുന്നവരാ, അതിനെ നശിപ്പിക്കുന്ന കാലന്മാരാണ് നിങ്ങൾ. ഇപ്പം കേരളം ജനാധിപത്യ ഭരണവുമില്ല, ഇവിടെ മതേതര ഭരണവുമില്ല. ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അത് ഭീമാകാരം കൊണ്ട് അവർ ചവിട്ടി തേച്ച് നിൽക്കുകയാണ്. നിങ്ങളുടെ നെഞ്ചിലാണ് ചവിട്ടി നിൽക്കുന്നത്, കമ്മ്യൂണിസ്റ്റുകാരുടെ നെഞ്ചിലാണ് ചവിട്ടി നിൽക്കുന്നത്. ഇനി നിങ്ങൾ മതേതരത്വം എന്നുള്ള വാക്ക് പറയരുത് കേട്ടോ.
ജനാധിപത്യം എന്നുള്ള വാക്ക് പറയരുത്. നിങ്ങളൊക്കെ വിശ്വാസികളാണ്, നല്ല കാര്യം. നിങ്ങളൊക്കെ വിശ്വാസികളാണ്, നല്ല കാര്യം. ഇനി നിങ്ങൾ സമരപതാകകൾ അത് മുഴുവൻ ഉയർത്തരുത്. ഇനി നിങ്ങളുടെ ബിസിനസ് ആയതുകൊണ്ട് പകുതി ഉയർത്തി കാണിക്കുക, കുറച്ച് മര്യാദ കാണിക്കുക, മുഴുവൻ ഉയർത്തരുത്. ഏതായാലും നാളെ ഞങ്ങളിപ്പോഴേ കാണുകയാണ്, അകക്കൊണ്ടുകൊണ്ട് കാണുകയാണ്. ആചാര പരിപാലകരാണ് നിങ്ങൾ നാളെ കുറിയിടും, ത്രിപുണ്ഡരം വരയ്ക്കും, നിങ്ങൾ കുടുംബ കെട്ടും, നിങ്ങൾ പൂണൂലിടും. ഈ മുഖ്യമന്ത്രിയും ഈ പരിവാരങ്ങളും ഈ നിലയ്ക്ക് പോയാൽ ഇതൊക്കെയും ചെയ്യും. നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാനും പറ്റും, യാതൊരു സംശയവുമില്ല. നമസ്കാരം.